നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിത് സെറ്റാക്കി എടുക്കാം. വളരെ കുറച്ച് ചേരുവകളാണ് നമുക്ക് ആവശ്യമുള്ളൂ. വെറും 3 ചേരുവകൾ, അതായത് ബട്ടർ, പാൽപ്പൊടി, പഞ്ചസാര. ഒരു സോസ് പാനിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ 50 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് 2 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂൺ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അലിഞ്ഞു വരുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. തീ എപ്പോഴും ഒരു ലോ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുകയാണ് നല്ലത്. പഞ്ചസാരയൊക്കെ ഇങ്ങനെ അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല ചേർക്കണമെന്ന്. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഈ സോസ് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടിക്കോളും. ഇതുണ്ടാക്കുമ്പോൾ പഞ്ചസാര പാനിയുടെ ഒരു പാകം കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പാനിയുടെ പാകം ചെക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഒരു അല്പം വെള്ളം എടുത്ത് വെക്കണം. ഈ വെള്ളത്തിലേക്ക് സിറപ്പ് ചേർത്ത് നോക്കിയാൽ നമുക്ക് അതിന്റെ പാകം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ ഇറ്റിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങ് അലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടില്ല എന്നാണ്. വീണ്ടും കുറച്ച് സമയം കൂടി ഇത് ചൂടാക്കുക. ഇങ്ങനെ സിറപ്പ് ഇറ്റിച്ച് നോക്കുമ്പോൾ അത് ഈ വെള്ളത്തിന്റെ അടിയിൽ പോയി സെറ്റിലായിട്ട് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് ബോൾ പോലെ ഉരുട്ടാനൊന്നും പറ്റുന്ന ഒരു പാകമല്ല, വളരെ സോഫ്റ്റ് ആണത്. നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകമാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ബട്ടർ ചേർക്കാം. 30 ഗ്രാം, അതായത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. ബട്ടർ ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് ഇതുപോലെ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയാൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ഒരു 2 തവണയായിട്ടാണ് ചേർക്കുന്നത്. പാൽപ്പൊടി 50 ഗ്രാമാണ് നമ്മൾ ചേർക്കുന്നത്, അതായത് 5 ടേബിൾ സ്പൂൺ. ഈ സമയത്ത് തീ ഏറ്റവും കുറച്ച് വയ്ക്കുക. തീ ഒട്ടും കൂടിപ്പോകരുത്. ഇനി ബാക്കിയുള്ള പാൽപ്പൊടിയും കൂടി ചേർക്കാം. ഇതുണ്ടാക്കുമ്പോൾ ഇതുപോലൊരു സിലിക്കോൺ സ്പാച്ചുല ഉപയോഗിക്കുകയായിരിക്കും കേട്ടോ നല്ലത്. കാരണം നമുക്ക് ഈ മിക്സ് ഈ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ട് മുഴുവനും വടിച്ചെടുത്ത് നമുക്ക് ഈ മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇതും കൂടി ഇതിന് നന്നായിട്ട് യോജിച്ചാൽ ഇത് വേഗം തന്നെ ഒരു മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സിലിക്കോൺ മോൾഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒരു മോൾഡ് കയ്യിലില്ലെങ്കിൽ സാധാരണ ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് തണുപ്പിച്ചെടുക്കുക. ഇനി ഇതും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും, അത്രേ ഉള്ളൂ. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ചൂടാറി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് മിൽക്കി ബാർന്നും വൈറ്റ് ചോക്ലേറ്റ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വൈറ്റ് ചോക്ലേറ്റ് എന്നുള്ള പേര് ഇതിനത്ര ഉചിതമല്ല. കാരണം നമ്മളിതിലേക്ക് ചോക്ലേറ്റിൻ്റെതായ യാതൊന്നും ചേർത്തിട്ടില്ല. കൊക്കോ ബട്ടറോ അല്ലെങ്കിൽ അതിൻ്റെ എസൻസോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ചോക്ലേറ്റിൻ്റെതായ പ്രോപ്പർട്ടീസ് ഒന്നും ഈ സ്വീറ്റിനില്ല. അപ്പോൾ മിൽക്കി ബാർ എന്നുള്ള ആ പേരായിരിക്കും കൂടുതൽ ചേരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ പഞ്ചസാര പാനിയുടെ ആ ഒരു പാകം കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ ഇത് ചെയ്തെടുക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.